போதுமா? വന്ന് അമ്മാൾക്ക് ഇപ്പൊ എണ്ണാനേ അറിയില്ല. ഇതെത്ര? 5. ആ അത്ര ഇടാനാ പറഞ്ഞേ. ഓ 5 വേണമാ? 2 4 5. சாப்பிடு. സാമ്പാർ ഇല്ല. സാമ്പാർ ആയിപ്പോச்சு. തണ്ണി കുടി. കിഴക്കത്തെരുവിൽ ചന്ദ്രയ്യര് ഒരേ കിടപ്പാ അമ്മാളെ. ആ വയസ്സ് 10-90 ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ട എന്റെ ശിവനെ സഹിക്കാൻ പറ്റില്ല. പൊട്ടി അളിഞ്ഞ് ഈച്ച കുത്തി പുഴു അരിച്ച്. ഓ എൻ്റമ്മേ, ഒന്ന് കാണേണ്ടതാ. എത്ര നല്ല ആളാക്കും. കാലിനിപ്പോ പണിമുടക്കിലാന്ന് തോന്നുന്നു അമ്മാളെ. കൊറേ പേരെ ഇപ്പൊ കാലനും വേണ്ടാന്നായിരിക്കുക. കലികാലം. നിന്റെ അയ്യരുടെ അഹങ്കാരം ഇച്ചിരി കൂടുന്നുണ്ട്. എന്നാച്ച്? വടക്കേ തെരുവിലെ എല്ലാരുമായിട്ടും തെക്കൻ ശണ്ടയാ. വയസ്സായ മാമിമാര് വരെ 1ഉം 2ഉം പറഞ്ഞ് വഴക്കാ. എന്നാ അമ്മളെ കാര്യം? പാലില് മൊത്തം വെള്ളം, അളവൊന്നും കൃത്യമല്ല. ദേ കുസുമാക്ക, ഒന്ന് ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ നാള് വരെ ശണ്ടയായിരുന്നു. തെക്കേ മഠത്തിലെ കൗസല്യായിട്ട് അതാ കൗസല്യ വരുന്നു. ശിവ ശിവ. അതെ അതെ, എന്റെ സ്വഭാവം അറിയാലോ. വെട്ടൊന്ന് തുണ്ട 2ആണ്. തെക്കിനോടൊന്ന് ഒതുങ്ങാൻ പറ. അക്ക കവലപ്പെടാതെ ഞാൻ പാത്തുക്കറേ. നീ കൊറേ പാക്കും. മുതലേ പെമ്പിള്ള നന്നായിരിക്കണം, അല്ലെങ്കിലേ മാപ്പിള കെട്ടുപോവും. കെട്ടിയന്റെ മേലൊരു കണ്ണ് വെച്ചോ, അതാ നല്ലത്. ഇന്ന് 32 ലിറ്റർ പാല് കൊണ്ടുപോയി. 32 × 36, 1 ലിറ്റർ പാലിന് 36 രൂപ. മൊത്തം 1152 രൂപ. ഇതിൽ 15 രൂപയുടെ കുറവുണ്ടല്ലോ. അത് പിന്നെ എന്റെ ഈ ടയർ പഞ്ചറായി പോയി. സൈക്കിളിന്റെ ടയർ പഞ്ചറായി പോയി. നിങ്ങളുടെ സൈക്കിൾ മാത്രം എന്നെ എന്നൊന്നും പഞ്ചറാകുന്നത്? ഇത് തന്നെ ഞാനും ചോദിക്കുന്നത്, എനിക്കറിയാൻ പാടില്ല. നീ സത്യം പറ, നിങ്ങൾ ഇന്നാ കാശ് അംബികമാളിന് കൊടുത്തില്ലേ? ഇല്ല ചെല്ലം, ഞാൻ അങ്ങനെ കാണിക്കുന്ന ആളെയല്ല. എന്നെ വിശ്വസിക്കുന്നത്, നിന്നാണ് സത്യം. എന്നെ പിടിച്ച് സത്യം ഇടണ്ട. എന്നെ കൊണ്ടാണ് ഇട്ടിട്ട് എന്റെ തല പൊട്ടാൻ. സത്യം പറ, എത്ര ലിറ്റർ വെള്ളം ഇന്ന് പാലിൽ ചേർത്തത്? 1 2 3 4. ആ പൈസ നിങ്ങൾ ഇന്ന് ദേവിക അമ്മാളിന് കൊടുത്തില്ലേ? അയ്യോ സത്യമായിട്ടും ഇല്ല. നോക്കിക്കോ, കാണിച്ചു തരാം. ഉടുപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കാം. അങ്ങനെ 1100 രൂപയുടെ സാധനം അവൾ അടിച്ചു പൊട്ടിച്ചു. നമ്മുടെ കൗസല്യ ദേവന്മാർക്ക് കൂട്ടുകിടന്നിട്ട് എന്ത് ഗുണാണാവോ ഉണ്ടാവുക? എനിക്കൊന്നും അറിയില്ലേ. നീ മുല്ലശ്ശേരി പട്ടരുമായിട്ട് ഒളിസേവ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? അതിന് വല്ല ഗുണവും ഉണ്ടായോ എന്തോ? ഒരു ഗുണമുണ്ട്. ഇപ്പോഴത്തെ കുട്ടിക്ക് മുല്ലശ്ശേരി പട്ടര പോലെ കവിളിൽ ഒരു മറുകുണ്ട്. അയ്യോ എന്റെ പെരുമാളെ, എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നത്? അതിരാവിലെ വെറും വയറ്റില് ഇവിടെ ചിലർക്ക് എന്റെ വായിലിരിക്കുന്ന 2 തെറി കേട്ടാലേ സമാധാനാവൂ. ഒന്ന് പോടി. ദേവമാള് ചത്ത് കിട്ടാൻ കൗസല്യ കോവലിൽ വാഴക്കൊല നടന്നു ഞാൻ കേട്ടു. ഓ ശിവ ശിവ. ഒന്ന് ചുമ്മാതിരി. എന്തിനാ ഗീതമാളെ നുണക്കഥയൊക്കെ പറഞ്ഞത്? അവരൊരു പാവ സ്ത്രീ. അവരുള്ളത് കൊണ്ട് ആ കൗസല്യ ജീവിച്ചു പോകുന്നു. കുറച്ച് വസ്തു വീടുള്ളത് വാസ്തവ. ചത്ത് കിട്ടിയ അതെല്ലാം കൗസല്യക്ക. കിളവയ്ക്കാണെ ഒരു സുഖേടും ഇല്ല. കൊഞ്ചം പൈത്യം ഇருக்கு. കൗസല്യ ഒന്ന് ഉത്സാഹിച്ചാ മതി, ദേവമാളുടെ കാര്യം പെട്ടെന്ന് നടക്കും. അച്ചോ, അപ്പടിയെല്ലാം சொல்லாதடி. പാവം ദേവന്മാള്. അവർക്ക് കടവുള് ദീർഘായുസ് കൊടുക്കട്ടും. കടവുളേ, അവർക്ക് ദീർഘായുസ് കൊടുക്കണേ. കൊടുക്കും കൊടുക്കും, കാണാം.
കള്ള കണ്ടം പൂച്ച ഇവിടെ ഒക്കെ ചുറ്റി കറങ്ങി നടക്കുന്നുണ്ട്. എന്റെ കൈ കിട്ടിയ നല്ല പട കൊടുക്കും. തക്കം കിട്ടി അടുക്കളയിൽ കയറും, എന്നിട്ടൊക്കെ തട്ടിമറിക്കും. ദേവമാളി ചത്ത കിട്ടാൻ കൗസല്യ കോവിലിൽ വാഴക്കുല നടന്നു ഞാൻ കേട്ടു. ചത്ത കിട്ടിയ അതെല്ലാം കൗസല്യക്കാം. കൗസല്യ ഒന്ന് ഉത്സാഹിച്ചാൽ മതി, ദേവമാളുടെ കാര്യം പെട്ടെന്ന് നടക്കും. കൗസല്യ, കൗസല്യ, എന്താ അമ്മാളെ? നീ എന്റെ പക്കം പോയി പട്. അതെന്താ അമ്മാളെ? ഇത് നല്ല കാര്യം. ഞാൻ തൂക്കത്തിലെ കീഴ് വീഴുന്ന ഉങ്ക ഉടമ്പിലെ പെട്ട. അത് ശരി, അതെന്താ ഇതുവരെ ഇല്ലാത്തൊരു പഴക്കം? ഞാൻ சொல்றது കേട്ടാ പോതും. പോ വെളിയേ. ഓ, ഞാനേതോ ചൊല്ലിയച്ച് ഒന്നും നനയ്ക്ക വേണ്ട. എന്നോട് ഓരോരോ വിചാരങ്ങളാക്കും. ഉറങ്ങുന്നത് പോലും ചാക്കാട്, ഉറങ്ങി വിളിപ്പതും പിഴപ്പ്. കിട്ടും. കാലത്തന്നെ എത്തി വെട്ടി വിഴുങ്ങാൻ. പണ്ട് സായിപ്പന്മാരാ അമ്മാളെ ഇതൊക്കെ നന്നാക്കിയിരുന്നത്. ഈ നസ്രാണികൾ മരിക്കുമ്പോ എന്ത് രസാ അമ്മാളെ, ഈ പാട്ടും കൂത്തും ബാൻഡ് മേളൊക്കെ. അപ്പ വായ തുറന്ന ചെക്കൻ ചാക്കാളി വരുള്ളൂ, പണ്ടാരടങ്ങാൻ. കാലന്റെ ഒരു തല്ലാള്. ഓ, ഇതും ചത്തുവല്ല തന്നെ. ഓ കാലമടൻ. അമ്മാളെ ഇപ്പൊ ശരിയാക്കി തരാം.
രാഗ ഓം ശിവ ശിവ ശിവയന രാഗ ഓം ശിവ ശിവ ശിവയന രാഗ ഓരേ അവഭയവാദന നനു സുഖോരാ ശിവ ശിവ ശിവയന